ഐസൻ ജോസ്, ഒരു സമയത്ത് ഈ ലോക സന്ദർശനത്തെ തികഞ്ഞ വിമർശന ബുദ്ധിയോടുകൂടി കണ്ടവരാണ് ഭാരതത്തിലെ പ്രതിപക്ഷം. ഒപ്പം തന്നെ റഷ്യ യുക്രൈൻ യുദ്ധം വന്നപ്പോൾ ഭാരതം ഒന്നും മിണ്ടുന്നില്ല എന്ന് പറയുന്നു, യുദ്ധം അവസാനിപ്പിക്കാൻ ഇടപെടുന്നില്ല എന്ന് പറയുന്നു. ഒടുവിൽ പരാതിയായി തന്നെ വരുന്നു, ഭാരതം ഇടപെടുന്നില്ല, ഭാരതം മൗനം പാലിക്കുന്നുവെന്ന്. ഇതിൻ്റെ അനന്തരഫലം ആയി കണ്ടത്, അല്ലെങ്കിൽ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ സംഭവിച്ചത് എന്താണ്? റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് പടിഞ്ഞാറൻ ലോകം നിർത്തിവെച്ചു. റഷ്യക്ക് കയറ്റുമതി ചെയ്യാൻ എണ്ണ സർപ്ലസ്. അതുപോലെ തന്നെ പടിഞ്ഞാറിന് US-നും യൂറോപ്പിനും അടക്കം എണ്ണ ആവശ്യമുണ്ട്. ഭാരതം എന്താണ് ചെയ്തത്? റഷ്യയിൽ നിന്ന് ഡിസ്കൗണ്ടഡ് റേറ്റിൽ എണ്ണ വാങ്ങുന്നു, അത് പ്രോസസ്സ് ചെയ്ത് ആവശ്യക്കാർക്ക് കൊടുക്കുന്നു. ആർക്കും ഒരു പരാതിയുമില്ല. ഏറ്റവും ഒടുവിലിതാ റഷ്യ സന്ദർശന വേളയിൽ പുടിനെ ആലിംഗനം ചെയ്തപ്പോൾ വിമർശിച്ചവർ ഇന്നിതാ ഭാരതത്തിന് മാത്രമേ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയൂ എന്ന് പറയുന്നു. വിശ്വസമാധാന കേന്ദ്രമായി, വിശ്വബിന്ദുവായി ഭാരതം മാറുകയാണ്. പ്രതി വിശ്വബിന്ദുവായി അല്ലെങ്കിൽ വിശ്വസമാധാന ബിന്ദുവായി തന്നെ ഭാരതം മാറുന്നു എന്നതിൻ്റെ കൃത്യമായൊരു സൂചന എന്ന് മാത്രമല്ല, അത് യാഥാർത്ഥ്യമായി എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന സംഭവവികാസങ്ങളാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാൻ സാധിക്കും. കാരണം നമുക്കറിയാവുന്നതാണ്, ഈ മൂന്ന് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം, അതായത് റഷ്യയെയും ഇന്ത്യയെയും അതുപോലെ യുക്രൈനെയും ഒറ്റയ്ക്കൊറ്റയ്ക്ക് എടുത്താൽ തന്നെ ഈ മൂന്ന് രാജ്യങ്ങളും സൈനിക രംഗത്തും അതുപോലെ തന്നെ മറ്റു രംഗങ്ങളിലും കാര്യമായി സഹകരിക്കുന്ന രാജ്യങ്ങളാണ്. നമുക്കറിയാവുന്നതാണ്, മിഗ് വിമാനങ്ങളുടെ കഥ പറയുകയാണെങ്കിൽ അത് റഷ്യയുമായുള്ള കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ എയർഫോഴ്സ് വാങ്ങുന്നത്. അതുപോലെ തന്നെ നമ്മുടെ യുദ്ധ കപ്പലുകളിൽ ഉപയോഗിക്കുന്ന യന്ത്ര സംവിധാനങ്ങൾ അത് യുക്രൈൻ നിന്നാണ്. ഈ കപ്പലിൽ ഉപയോഗിക്കുന്ന ഹ്യൂജ് എഞ്ചിൻസ് എല്ലാം തന്നെ യുക്രൈൻ നിന്നാണ് നമ്മൾ തുടർച്ചയായി വാങ്ങിക്കൊണ്ടിരുന്നത്. അത്തരത്തിൽ നേരത്തെ USSRൻ്റെ ഭാഗമായിരുന്ന യുക്രൈൻ വിവിധ വ്യവസായങ്ങൾ, അതായത് പ്രതിരോധവുമായി ബന്ധപ്പെട്ട വിവിധ വ്യവസായങ്ങൾ വിവിധ മേഖലകളിൽ പടർന്നു കിടന്നിരുന്ന USSR എന്ന് പറയുന്ന വലിയ രാജ്യത്തിൻ്റെ, അല്ലെങ്കിൽ ആ കൂട്ടായ്മയുടെ, രാജ്യങ്ങളുടെ കൂട്ടായ്മ യുണൈറ്റഡ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റഷ്യ എന്ന് പറയുന്ന ആ വലിയ സംവിധാനത്തിൻ്റെ ഭാഗമായിരുന്ന രാജ്യങ്ങൾ പലതും, അതിൽ പല ഉൽപ്പന്നങ്ങളും ഭാരതത്തിന് നൽകിയിരുന്നു എന്നതൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. അതുപോലെ തന്നെ തിരിച്ചും നമ്മളുടെ സഹകരണം ഉണ്ടായിരുന്നു ഇരു രാജ്യങ്ങളുമായും എന്നത് മറ്റൊരു പ്രധാന വ്യവസ്ഥയാണ്. ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യാനന്തരം ഭാരതത്തിൻ്റെ ബിൽഡിങ്ങിൽ എല്ലാം തന്നെ വ്യവസായവൽക്കരണത്തിലും കാർഷികവൽക്കരണത്തിലും എല്ലാം തന്നെ മികച്ച സാന്നിധ്യമായിരുന്നു റഷ്യ എന്നതൊരു യാഥാർത്ഥ്യമാണ്. അന്ന് യുക്രൈൻ റഷ്യയുടെ USSRൻ്റെ ഭാഗവുമായിരുന്നു. അത്തരത്തിൽ ഏത് തരത്തിലാണോ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം നിലനിന്നിരുന്നത്, അതുപോലെ തന്നെ അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ചരിത്രപ്രധാനമായ ചരിത്രത്തിലെ USSRൻ്റെയും അതുപോലെ തന്നെ നിലവിലെ റഷ്യയുടെയും അതുപോലെ തന്നെ യുക്രൈൻ്റെയും ബന്ധം അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന ലക്ഷ്യം തന്നെയാണ് കൃത്യമായും പ്രധാനമന്ത്രിക്ക് രാജ്യത്തിൻ്റെ ഭാഗത്തു നിന്ന്, അതായത് ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോഴുള്ളത്. മറ്റൊരു പ്രധാന വിഷയം ഈ മേഖലയിലെ സമാധാനം ഉറപ്പാക്കുക എന്നൊരു വസ്തുത കൂടിയുണ്ട്. ഈ പ്രശ്നം വളർന്നു വരുമ്പോൾ സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, നമുക്ക് വർഷങ്ങളായി ഉള്ളതിൽ നിന്നും വ്യത്യസ്തമായി ഇക്കഴിഞ്ഞൊരു 10 വർഷം അല്ലെങ്കിൽ 10-11 വർഷമായി ഭാരതം പിന്തുടരുന്ന ഒരു ആശയമുണ്ട്. നയതന്ത്രപരമായ ഒരു വികാസം ഭാരതത്തിൻ്റെ ലക്ഷ്യമാണ്. ആ നയതന്ത്രപരമായ വികാസത്തിൻ്റെ ലക്ഷ്യത്തിൻ്റെ ഭാഗമായി പല ഉത്തരവാദിത്തങ്ങളും ഭാരതം ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങളുടെ ഭാഗമാണ് ചബഹാർ തുറമുഖത്തിൻ്റെ പുനരുദ്ധാരണം. അത്തരത്തിലുള്ള വിവിധ രാജ്യത്തിന് പുറത്ത് രാജ്യത്തെ വളർത്തുക എന്ന ഒരു കൃത്യമായ അജണ്ടയിലൂടെ കഴിഞ്ഞ 10 വർഷത്തിലൂടെ അല്ലെങ്കിൽ ഈ 3 മോദി സർക്കാരുകളുടെയും കാലത്തിലൂടെ നടന്നുപോയി എന്നതാണ് ഒരു യാഥാർത്ഥ്യം. അത്തരത്തിൽ നടന്നു പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ യുക്രൈൻ യുദ്ധം ഉണ്ടായിരിക്കുന്നത്. 2 വർഷത്തോടടുക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ യുക്രൈൻ യുദ്ധത്തെ പരിഹരിക്കേണ്ടത്, യുക്രൈൻ റഷ്യൻ സംഘർഷത്തെ പരിഹരിക്കേണ്ടത് കൃത്യമായും ഭാരതത്തിൻ്റെ ഉത്തരവാദിത്തമാണ്, ഭാരതത്തിൻ്റെ ആവശ്യമാണ്, സൗത്ത് ഏഷ്യയുടെ ആവശ്യമാണ്, ഗ്ലോബൽ സൗത്തിൻ്റെ ആവശ്യമാണ്, സർവോപരി അത് ലോകത്തിൻ്റെ തന്നെ ആവശ്യമാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഗ്ലോബൽ സൗത്തിൻ്റെ അസോസിയേഷൻ അതുപോലെ തന്നെ മറ്റു സംവിധാനങ്ങളുടെ ആ ഒരു ഉൾച്ചേർക്കലെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു നേതൃനിലയിലേക്ക് ഭാരതം സ്വാഭാവികമായി എത്തിപ്പെട്ടതും ഈ യുക്രൈൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ ചർച്ചകളിലേക്ക് കൊണ്ടുവരാനുള്ളൊരു സാധ്യത 40 ദിവസം മുൻപ് റഷ്യൻ പ്രസിഡന്റിനെ കാണുകയും ഇപ്പോൾ യുക്രൈൻ പ്രസിഡന്റിനെ കാണുകയും ചെയ്തതോടെ ആ പ്രദേശത്ത് അവർക്കിടയിലുള്ള സംഘർഷത്തിൽ പൂർണ്ണമായൊരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ സാധിക്കുക എന്നത് ലക്ഷ്യം തന്നെയാണ്. അതിൻ്റെ സന്ദേശങ്ങളും ഇന്നലെ വളരെ കൃത്യമായി അദ്ദേഹം പറയുകയും ചെയ്തു. ബുദ്ധൻ്റെ നാട്ടിൽ നിന്ന് വരുന്നു, സമാധാനത്തിൻ്റെ വാഹകരാണ്, ശ്രീബുദ്ധൻ്റെ അഹിംസയുടെ സന്ദേശവാഹകരാണ് എന്നും അദ്ദേഹം പറയുമ്പോൾ യുദ്ധം അവസാനിപ്പിക്കണം എന്ന സന്ദേശം തന്നെയാണ് അദ്ദേഹം നൽകിയത്. അത് തുടരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.